ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ പെരുന്നാൾ വൺ ഡേ ട്രിപ്പാണ് ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മളെവിടെ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളിന്ന് പോകുന്നത് വർക്കലയിലാണ് ഗായ്സ്. അപ്പോൾ ഇത് ഞാൻ സ്കൂൾ തുറക്കുന്നതിന് മുമ്പേ ഞാൻ അത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു ഗായ്സ്. പക്ഷേ എനിക്ക് ചില കാരണങ്ങൾ എനിക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം നമ്മുടെ ബാക്ക് ടു സ്കൂളിൻ്റെ വീഡിയോസ് ഞാൻ 2 ഡേയ്സ് കഴിഞ്ഞിട്ട് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്നത് നമ്മൾ വയനാട് എവിടെയാണ്, വർക്കലയിലാണ് ഗൈസ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതാ നമ്മൾ വന്ന് എത്തിയിട്ടുണ്ട്. നമ്മൾ രാവിലെ അവിടെ നിന്ന് ഇറങ്ങിയതായിരുന്നു. കാരണം മഴയൊക്കെ ആയതുകൊണ്ട് നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചു ഗൈസ്. ബട്ട് നമ്മൾ വർക്കല എത്തിയപ്പോഴേക്കും ഭയങ്കര ചൂട് ഗൈസ്. ചൂടാണെന്ന് പറഞ്ഞാൽ അസഹനീയമായ ചൂടായിരുന്നു. നമുക്ക് നടക്കാൻ പറ്റാത്ത അത്ര ചൂടായിരുന്നു. തലയൊക്കെ നല്ല വേദന എടുത്തു. കാരണം അത്രയ്ക്കും നമ്മുടെ തലയുടെ മുകളിലാണ് സൂര്യൻ നിൽക്കുന്നത് പോലത്തൊരു ഫീലായിരുന്നു ഗൈസ്. അപ്പോൾ ഭയങ്കര ചൂടായിരുന്നു. നമ്മൾ നടന്ന് നമ്മൾ ഏകദേശം നമുക്ക് തലവേദന വന്നായിരുന്നു. നമ്മൾ ഓട്ടോ കുറച്ച് പുറത്ത് പാർക്ക് ചെയ്തിട്ടാണ് കുറച്ച് ഇനിയും നടക്കാനുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ പോകാൻ ഉദ്ദേശിച്ച നമ്മുടെ ആ പുഴയോരത്ത് നമുക്ക് ഓട്ടോയൊന്നും അവിടെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ വന്ന ആ വഴിയിൽ തന്നെയാണ് ഓട്ടോ പാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ കുറച്ച് ദൂരം നടക്കണമെന്ന് അവിടെ ഉള്ളവർ പറഞ്ഞത്. അപ്പോൾ നമ്മളിത് ഫസ്റ്റ് ടൈമാണ് നമ്മളിവിടെ വരണത്. നമുക്കത്ര സ്ഥലങ്ങളൊന്നും അങ്ങനെ അറിയില്ലായിരുന്നു. അങ്ങനെ ഗൈസ് ഫൈനലി നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പം കുട്ടികൾക്കൊന്നും കാല് വയ്ക്കാൻ ഭയങ്കര പേടിയായിരുന്നു. അതിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ അകത്ത് എന്തോ കിടക്കണമെന്ന് പറഞ്ഞിട്ട് മീനുണ്ടായിരുന്നു. പിന്നെ പോരാണ്ട് എന്തൊക്കെയോ വെള്ളത്തിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ അവർക്കൊരു പേടിയായിരുന്നു ഗൈസ് വെള്ളത്തിലൊക്കെ ഇറങ്ങാനായിട്ട്. നമ്മൾ കുറച്ച് മുമ്പ് അപ്പുറത്ത് പോയപ്പോഴേക്കും അവിടെ കുറച്ച് കുട്ടികളൊക്കെ ഇവിടെ നിന്ന് കുളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ജസ്റ്റ് ഭയങ്കര വെയിലായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് പോവാമെന്ന് വിചാരിച്ചു. കാരണം അവിടെ നിൽക്കാൻ പറ്റാത്ത വെയിലായിരുന്നു. അപ്പോൾ ഗൈസ് നിങ്ങൾ വരുന്നവരാണെങ്കിൽ നിങ്ങൾ വൈകിട്ടേ വരാവൂ ഗൈസ്. നമ്മൾ വന്ന് പറ്റിപ്പോയതാണുള്ളത്. പിന്നെ വന്ന നേരം ഞങ്ങൾ ഓട്ടോയിൽ കയറി വെള്ളവും കുടിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് നമ്മളെ ഇറങ്ങിയത് ഗൈസ്. പിന്നെ അടുത്ത് നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ ആയിരംവല്ലിക്കാവ് എന്ന് പറയുന്ന ഒരു വാട്ടർഫോൾസിലാണ് നമ്മൾ പോകുന്നത്. അതൊരു ഹിഡൻ പ്ലേസാണ് ഗൈസ്. അപ്പോൾ നമ്മളവിടെ എത്തി. അവിടെ എത്തിയപ്പോഴേക്കും നമ്മൾ 3 കുഞ്ഞു പട്ടികളൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. എന്ത് കാണാൻ നല്ല ക്യൂട്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മളധികം ദൂരം ചെന്നപ്പോഴേക്കും അവിടെ ഒരു കോവിലുണ്ടായിരുന്നു. അപ്പോൾ ആ കോവിലിൽ ഒരു ചെറുക്കൻ വന്നിട്ട് പറഞ്ഞ് നിങ്ങളവിടെ പോകണ്ട, അവിടെ വെള്ളമില്ല എന്ന് പറഞ്ഞു ഗൈസ്. അപ്പോൾ നിങ്ങളാരും നമ്മൾ ആയിരംവല്ലിക്കാവിൽ പോകരുത്, ആ വാട്ടർഫോൾസിൽ വെള്ളമില്ല. അപ്പം നമ്മൾ അവിടെ നിന്ന് നേരെ തിരിച്ചത് വട്ടത്തിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഗൈസ്. അപ്പോഴവിടെ നല്ലൊരു പ്ലേസ് ആയിരുന്നു ഗൈസ്. ഇത് കാണാൻ തന്നെ നല്ലൊരു എന്താ പറയുക, ഒരു പ്രകൃതി രമണീയമായ സ്ഥലമായിരുന്നു ഗൈസ് അത്. അപ്പോൾ നമ്മൾ പോയി. അപ്പോൾ നമ്മളവിടെ പോയപ്പോഴേക്കും അവിടെ ഉള്ള ആൾക്കാർ പറഞ്ഞ് അവിടെ നമ്മൾ കുളിക്കാനൊന്നും പാടില്ല, ജസ്റ്റ് ഒന്ന് കാണാനും എടുക്കാനൊക്കെ പറ്റുള്ളൂ എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ കുളിക്കാനൊന്നും ഇറങ്ങിയില്ല. നമ്മൾ പിന്നെ അവിടെ നിന്ന് നേരെ തിരിച്ചത് നമ്മുടെ കൊല്ലം കൊട്ടാരക്കരയിലുള്ള വാട്ടർഫോൾസ് മീൻപിടിപ്പാറയിലാണ് ഞങ്ങൾ പോയത്. കാരണം ഇതിനു മുമ്പും ഞാൻ അവിടെ പോയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഞങ്ങൾ വീണ്ടും അവിടെ തന്നെയാണ് പോയത്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ അപ്പോൾ നമ്മൾ അവിടെ പോയിട്ടാണ് ഗൈസ് അടിച്ച് കുളിച്ചത്, എൻജോയ് ചെയ്തതൊക്കെ. കാരണം ഇവിടെയൊക്കെ നമുക്ക് കുളിക്കാനൊന്നും പറ്റില്ല. ഒരുപാട് അപകടങ്ങളൊക്കെ നടന്ന സ്ഥലമായിരുന്നു ഗൈസ്. അപ്പോൾ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് സൂക്ഷിക്കുക. പിന്നെ നമ്മളിവിടെ നിന്ന് നേരെ പോയത് കൊട്ടാരക്കരയിലോട്ടാണ്. മീൻപിടിപ്പാറയാണ് ഗൈസ്. അവിടെ ഞാൻ പിന്നെ വീഡിയോ ഒരുപാടൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. അതിന് മുമ്പ് ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ ഇത്രയിലങ്ങ് ഒതുക്കിയാണ് ഗൈസ്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റ ബൈ ബൈ.